ജയകുമാർ ശ്രീ ജയകുമാറാണ് നമസ്കാരം സാർ. തിരുവനന്തപുരത്ത്. മുന്തിരി കൃഷിയൊക്കെ ഗംഭീരമായി പോകുന്നു ജയകുമാർ. പോകുന്നുണ്ട് സാർ, പോകുന്നുണ്ട്. ആ നമസ്കാരം സാറേ. നമസ്കാരം. ഞാന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ വെള്ളാപ്പള്ളിയുടെ നിലനിൽപ്പ് വെള്ളാപ്പള്ളി നോക്കുന്നു, പിന്നെ പിണറായിയുടെ നിലനിൽപ്പ് പിണറായി നോക്കുന്നു. പിണറായിക്ക് കൂടെ നിലനിൽക്കണം, വെള്ളാപ്പള്ളി അകത്ത് പോകാതെ വെള്ളാപ്പള്ളിക്ക് നിലനിൽക്കണം. ഇന്നലെ വരെ ഇതിന് വേണ്ടായിരുന്നു, സുകുമാരനാരെ വേണ്ടായിരുന്നു. നേരത്തെ നായാരി മുതൽ നമ്പൂരി വരെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ നായന്മാര് മുതൽ മുകളിലോട്ട് വെള്ളാപ്പള്ളിക്ക് കിട്ടൂല എന്ന് മനസ്സിലായി. അതുകൊണ്ട് നായാടി മുതൽ നസ്രാണി വരെ ആക്കി. ഈ വെള്ളാപ്പള്ളി പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ മകൻ വോട്ട് ചെയ്യുമോ ഈ അദ്ദേഹം പറയുന്നിടത്ത്? അതുപോലെ സുകുമാരൻ നായർ പറഞ്ഞാൽ ഇവിടുത്തെ നായന്മാർ ആരെങ്കിലും കേൾക്കുമോ? അപ്പൊ ഇത് വെറുതെ ഇവർ രണ്ടും കൂടെ പറഞ്ഞാലും, ഇവർ എത്ര തന്നെ പറഞ്ഞാലും LDF ഗുണവും കിട്ടൂല, UDF ദോഷവും വരില്ല. അത്രയാണ് എനിക്ക് പറയാനുള്ളത് സാറേ. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ശരത്ത് കൂടി എന്നോടൊപ്പം ബാലരാമപുരത്തും ചേരുന്നുണ്ട്. അതിനു മുമ്പ് എന്നോടൊപ്പം കാജ ഹുസൈൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ കാജ ഹുസൈൻ പറയുന്നത് മുസ്ലിങ്ങൾ കാര്യമില്ലെങ്കിലും അള്ളാഹു ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരത്തെ, ഹലോ, ഈ വെള്ളാപ്പള്ളി പറഞ്ഞ മകൻ പോലും കേൾക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം വോട്ട് ചെയ്യേണ്ട കാര്യത്തിൽ, അല്ലേ? അതെ അതെ. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം പിണറായി വിജയൻ ഇദ്ദേഹത്തെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത്? ഞാൻ പറയുന്നത്, നമ്മളിപ്പോ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നുള്ള ഒരു നമ്മള് അങ്ങനെയാണ് പണ്ട് കേട്ടിട്ടുള്ളത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളെ ശ്രീബുദ്ധനെ പറ്റി തന്നെ പറയാം. എല്ലാ അധികാരങ്ങളും ഉപേക്ഷിച്ച് ശ്രീബുദ്ധ ഇറങ്ങിപ്പോയത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടെ എല്ലാ മനുഷ്യരും, ജനങ്ങൾ എല്ലാവരും ജീവിക്കുന്ന അവരുടെ ജീവിതത്തിന് വേണ്ടിയാണ്. ഇപ്പൊ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും അവരുടെ നിലനിൽപ്പും അവരുടെ ജീവിതമാണ് അവർക്ക് വലുത്. അപ്പൊ അതിനകത്ത് നമ്മളൊരു വർഗീയ പരാമർശം പറയുന്നതില് എനിക്കതിനോട് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. നമ്മൾ മനുഷ്യർ, ഏത് മനുഷ്യരായാലും നല്ല മനുഷ്യരായിട്ട് ജീവിക്കണം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. റെജി ആലപ്പുഴയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. റെജി, ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വെള്ളാപ്പള്ളി പറയുന്ന ഈ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നാണ് റെജി കരുതുന്നത്? ഒന്നുമില്ല, ഇത് SNDP എന്നത് പറയാം മോരും മുതിരയാണ്. ഇത് തങ്ങളിൽ ചേരത്തില്ല. ഇവര് രണ്ട് മാനേജർമാര് വിൽപ്പനയ്ക്ക് ഇരിക്കുന്ന ആളുകളാണ്. ഇവരുടെ വോട്ടുകൾ പരസ്പരം പോയി കഴിഞ്ഞു. NSSന്റെ വോട്ട് BJP പോയി, SNDP വോട്ടും BJP പോയി. ഈ വോട്ട് പോയിട്ടെല്ലാം ഉള്ള കളി കളഞ്ഞപ്പോഴാണ് ഇവര് തങ്ങളിൽ യോജിച്ച് നിന്ന് ഒരാൾക്ക് കൊടുക്കുക. ആ കളിയാണ് ഇപ്പൊ കളിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ മകൻ പാർട്ടി ഉണ്ടാക്കിയിട്ട് BJPയുടെ കൂടെ, വെള്ളാപ്പള്ളി ഇപ്പുറത്ത് നിന്ന് പിണറായിയുടെ കൂടെ. ആരെ ഭരണത്തിൽ കയറ്റാൻ അച്ഛനും മോനും കൂടെ നിൽക്കുന്നത്? അതാദ്യമേ വ്യക്തത വരുത്തണ്ടേ? അപ്പൊ ഇത് ഫലത്തിൽ വെള്ളാപ്പള്ളി നടത്തുന്ന ഈ വെടിക്കെട്ടുകളൊക്കെ UDF ഗുണം ചെയ്യുന്നതാണോ ശ്രീ രജി കരുതുന്നത്? അതോ ഷുവറായിട്ടുള്ള ഇപ്പൊ പറയുന്നല്ലേ ഉള്ളൂ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇവരുടെ വോട്ട് ബാങ്ക് പോയി കഴിഞ്ഞെന്നേ. ഇവരാ വോട്ടിന്റെ പുറകെ ഞങ്ങളും അതിന്റെ കൂടെ ഉണ്ടെന്ന് സ്ഥാപിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ആലപ്പുഴയിലെ കഴിഞ്ഞ പാർലമെന്റിൽ തന്നെ പിന്നെ SNDPയുടെ വോട്ട് BJPയിലേക്ക് അനുസ്യൂതം പോയി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്നോട് ശിവദാസൻ എന്നോടൊപ്പം യൂട്യൂബിൽ വെള്ളാപ്പള്ളി സുധാകരനാര് കളിക്കുന്നതാ. ഓക്കെ, ശിവദാസൻ എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ശിവദാസൻ PI കേട്ടോ, ശിവദാസൻ PI ആണ്. അപ്പോൾ ശിവദാസൻ PI എന്നോട് പറയുന്നത് ബോത്ത് ദീസ് പീപ്പിൾസ് ആർ ബുൾസ് ഓഫ് ദി സെയിം കാട്ട് എന്നാണ്. ഒരേ തൂവൽ പക്ഷികൾ എന്നുള്ളതിൻ്റെ മറ്റൊരു അർത്ഥമാണ് ബേർഡ്സ് ഓഫ് ദി സെയിം ബേർഡ്സ് ഓഫ് ദി സെയിം ഫെദർ എന്നാണ് ഇംഗ്ലീഷിലെ പ്രയോഗം. ഏതായാലും ഒരേ വണ്ടിയിൽ കെട്ടാവുന്ന കാളകൾ എന്ന അർത്ഥത്തിലായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, രാജീവൻ കൊല്ലത്തുനിന്ന്. രാജീവൻ, ഈ NSS SNDP ഐക്യം നടക്കും എന്ന പ്രതീക്ഷ രാജീവനുണ്ടോ? ഇത് ഐക്യം നടന്ന BJPക്ക് ഗുണം ചെയ്യും. ആണോ? അത് ശരി. അപ്പൊ ഇവര് കൂട്ടത്തോട് ചേർന്നാൽ ഐക്യം, നായാടി മുതൽ നസ്രാണി വരെ എന്നൊക്കെയുള്ള വെള്ളാപ്പള്ളിയുടെ പ്രയോഗം അത് ഫലത്തിൽ വരികയാണെങ്കിൽ BJPക്കാണ് ഗുണം ചെയ്യുന്നതാണ് രാജീവ് വിചാരിക്കുന്നത്, അല്ലേ? സംശയമില്ല. സാറ് നേരത്തെ ഒരു പുള്ളി വിളിച്ചില്ലേ? അപ്പൊ ഒരു പുള്ളി വിളിച്ചപ്പോ പറഞ്ഞത് ഭൂരിപക്ഷത്തെ ഇവര് മറക്കുന്നതാണ് ഈ വടക്കേന്ത്യ കണക്കൊല്ലെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇതുണ്ടാവുന്നത്. പിന്നെ അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിപ്പം വെള്ളാപ്പള്ളി പറഞ്ഞതിനകത്ത് ഇപ്പം വെള്ളാപ്പള്ളി സാറ് നേരത്തെ ചോദിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി മുസ്ലിങ്ങളെ കൂട്ടാൻ. മുസ്ലിങ്ങളെ ഇവര് ഇതിനകത്ത് വരത്തില്ലല്ലോ, അവര് മുസ്ലിം ലീഗായിട്ട് തന്നെ നിൽക്കില്ലേ. അല്ല, പക്ഷേ ഈ ഐക്യത്തിൽ ഇപ്പോൾ നായാടി വിഭാഗത്തിനോ അല്ലെങ്കിൽ നസ്രാണികൾക്കോ അങ്ങനെ ഒരു പ്രത്യേക പാർട്ടിയൊന്നും ഇല്ലല്ലോ. അവർ പല പാർട്ടികളിലായി ചിതറിക്കിടക്കുകയാണ്. അപ്പോൾ മുസ്ലിങ്ങളെ അതുപോലെ പല പാർട്ടിയിലുണ്ടല്ലോ. CPMലുണ്ട്, BJPയിൽ വരെ മുസ്ലിങ്ങളുണ്ട്, പല പാർട്ടിയിൽ മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ അവരെ കൂടി ഇതിൽ കൂട്ടണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അല്ല സാർ, ഇവര് രണ്ടുപേരും NSSും SNDPയുടെ കൂടി വരുമ്പോൾ അത് BJPക്ക് തന്നെ ഗുണം വരും. അല്ലെങ്കിൽ പിന്നെ ഒരു സംശയം വേണ്ട, BJPക്ക് ഗുണം ചെയ്തേ ഉള്ളത്.
ശരി, അപ്പോൾ രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി, മുസ്ലിങ്ങളെ ഇങ്ങനെ മാറ്റി നിർത്തണം എന്ന് വെള്ളാപ്പള്ളി പറയുന്നത് ബി ജെ പിക്ക് ഫലത്തിൽ ഗുണം ചെയ്യും എന്നാണോ കരുതേണ്ടത്, അതോ അത് ബി ജെ പി കൂടി അംഗീകരിക്കാത്ത ഒരു നിലപാടാണോ? അല്ല, മുസ്ലിങ്ങളെ ഒന്നും കൂട്ടേണ്ട കാര്യമില്ല സാറേ. മുസ്ലിം സമുദായത്തിനെ ഒന്നും കൂട്ടണമല്ലോ. അത് അവർ കോൺഗ്രസിന്റെ കൂടെ എല്ലാവരും ഉണ്ടല്ലോ, ഒറ്റക്കെട്ടായിട്ട് എല്ലാം ഉണ്ടല്ലോ, മുള്ളും മുരിക്കും മുറുക്കുമാകുമ്പോ എല്ലാം ഉണ്ടല്ലോ, അത് മതി. പിന്നെ ഈ വി ഡി സതീശൻ എന്ത് കണ്ടോണ്ടാ ഈ പൊങ്ങിച്ചാടുന്നത്? വി ഡി സതീശൻ എന്ത് കണ്ടോണ്ടാ പൊങ്ങിച്ചാടുന്നത്? വി ഡി സതീശനോട് ഒരു കാര്യം ഓർമ്മിച്ചാൽ മാത്രം മതി. വയനാട്ടിൽ പൊക്കിയ പച്ചക്കൊടി ഡൽഹി താത്തു വെപ്പിച്ച പാർട്ടിയാ ഇവിടെ ഉള്ളത്. അത് വി ഡി സതീശൻ ചിന്തിക്കണം. അപ്പം പിന്നെ ഇവിടെ വെള്ളാപ്പള്ളി പറഞ്ഞാല് മകൻ പോലും ജയിക്കരുതെന്ന് പറഞ്ഞ ആര് പറഞ്ഞു? ഞങ്ങളൊക്കെ പിന്നെ എവിടെ നിന്നാ ഈ ബി ജെ പി ഇവിടെ വളർന്നത്? എങ്ങനെയാ? അല്ല, വെള്ളാപ്പള്ളി പക്ഷേ ഇടതുപക്ഷം വരുമെന്നല്ലേ പറയുന്നത്? അല്ല, ഇടതുപക്ഷത്തിന് ഞങ്ങൾ ചെയ്യും. ഇടതുപക്ഷത്ത് ചെയ്ത് മൂന്നാം പ്രാവശ്യം ഇടതുപക്ഷത്തിന് ഞങ്ങൾ കൊണ്ടുവരും. ബി ജെ പിയുടെ കുറച്ച് വോട്ട് വേണമെന്നങ്ങ് വെക്കും. ഈ ലീഗിനെയും ഈ രവീന്ദ്രൻ പറയുന്നത് മൂന്നാം തവണ വരാനായി ബി ജെ പി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നോ? ഞങ്ങൾ ചെയ്യും. ഞാൻ ബി ജെ പിക്കാരനാണ്, ഞാനും ചെയ്യും. കാരണം ഞങ്ങളെ രക്ഷിക്കാൻ ഇപ്പം സി പി എം മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ ബി ജെ പി ഒക്കെ മുള്ളിയാണ്. ബി ജെ പിയിലെ ഒറ്റ നേതാക്കന്മാർ ഇതിന് കടുത്ത എതിര് പറഞ്ഞിട്ടില്ല. അതുപോലെ ഈ വെള്ളാപ്പള്ളിക്ക് അതിനുമൂലമായിട്ട് ഒരു വാക്ക് പറഞ്ഞില്ല. ഇതിനൊക്കെ ഏത് കോപ്പിനകത്ത് പോയിരിക്കുക? ഈ ഇതുപോലെ ഒരു വർഗീയത ഷാജി എന്ന് പറഞ്ഞ കെ എം ഷാജി എന്ന് പറഞ്ഞവനൊക്കെ തനി വർഗീയതം പറഞ്ഞ് ഇവിടെ നടന്നിട്ട് ഇതിനൊക്കെ ഏത് കോപ്പിനകത്ത് പോയിരിക്കുക ഈ ബി ജെ പിക്കാരെ? അതുകൊണ്ട് ഞങ്ങൾ മുഴുവൻ ബി ജെ പി സി പി എമ്മിന് അനുകൂലമായിട്ട് വോട്ട് വരും. സഖാവ് പിണറായി വിജയനെ മൂന്നാം സ്ഥാനത്ത് ഞങ്ങൾ വോട്ടും. കാരണം ഞങ്ങളെ രക്ഷിക്കാൻ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ ബി ജെ പിയും വരില്ല, കോൺഗ്രസും വരില്ല. കോൺഗ്രസ് വി ഡി സതീശന് വലിയ ആട്ടമൊന്നും വി ഡി സതീശൻ താടണ്ട. വി ഡി സതീശൻ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന കുഞ്ഞാലിക്കുട്ടി തോട്ടതാളാ, അച്യുതാനന്ദൻ തോട്ടതാളാ. വി ഡി സതീശന്റെ മുത്തമ്മയായിരുന്ന ഇന്ദിരാഗാന്ധി തോറ്റ രാജ്യം. അതുകൊണ്ട് വി ഡി സതീശന് 20,000 വോട്ട് കണ്ടോണ്ടൊന്നും വലിയ ആളെന്ന് കിടക്കണം. ഞങ്ങൾ മൂന്നാം തവണ ഞങ്ങളെല്ലാം അറിഞ്ഞിറങ്ങി പ്രവർത്തിക്കും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ബി ജെ പിക്കാർ സി പി എം വോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. സി പി എം ജയിക്കുമെന്ന് മറ്റൊരു ബി ജെ പി പ്രവർത്തകർ എന്നോട് പൊതുവേദിയിൽ പറഞ്ഞു. ഇതിപ്പോൾ എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനായി, ആരാണ് ഞാൻ എന്നുള്ള ചോദ്യത്തിൽ. ഓക്കെ, അപ്പോൾ ഗോളാന്തരം എന്നോട് പറയുന്നത് ജയൻ ചേട്ടന് പിന്നെ കയ്യിൽ നിന്ന് മുന്തിരി വാങ്ങിക്കാനുള്ള ഇത് ചർച്ച ചെയ്ത് നടക്കുന്നത്, 2 കിലോ മുന്തിരി വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രീമതി സബീന സുൽഫി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അവർ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകരാണ്. മിസ്റ്റർ സുൽഫിയും ഉണ്ടാവും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുസ്ലിം ലീഗ് എത്രയും പെട്ടെന്ന് ബി ജെ പിയിൽ ചേരണം, അതോടെ എല്ലാ വർഗീയതയും അവസാനിക്കും. അപ്പോൾ ബി ജെ പിയും മുസ്ലിം ലീഗും കൂടി ഒന്നിച്ച് ഭരിക്കുന്ന ഒരു കേരളം ഉണ്ടാവും. അതാണ് ശ്രീമതി സഫീന സുൽഫിയുടെ ആ ഒരു ഇത് വളരെ രസകരമായിട്ടുള്ളൊരു കമൻ്റാണ്. പക്ഷേ ഇത് അസംഭവ്യം എന്ന് വിചാരിക്കേണ്ട കേട്ടോ. മുമ്പ് ജനസംഘവും അതുപോലെ ഈ ജനസംഘമല്ല, ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും ഒരുമിച്ച് കൂട്ടുകക്ഷി മന്ത്രിസഭകൾ അന്ന് ഇടക്കാല സർക്കാരുകൾ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയപ്പോൾ അവരൊന്നിച്ച് കൈകോർത്തിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഈ അടുത്ത് കുറച്ച് വിശദമായി വായിച്ചു. അപ്പോൾ ഇതൊന്നും അസംഭവ്യം എന്ന് വിചാരിക്കേണ്ട. ജമ്മു കാശ്മീരിൽ PDPയുമായി BJP കൈകോർത്ത് സർക്കാർ ഉണ്ടാക്കി, പക്ഷേ അധികകാലം പോയില്ല. എന്നാലും അങ്ങനെയൊക്കെ ഉള്ള കൂട്ടുകെട്ടുകൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും രാഷ്ട്രീയത്തിലൊന്നും നമുക്ക് പിന്നെ തള്ളിക്കളയാനില്ല. അതുകൊണ്ട് ഞാൻ ശ്രീമതി സബീന സുൽഫി പറഞ്ഞ കാര്യം ഞാനും ഗൗരവത്തിൽ എടുക്കുകയാണ്. അത് സംഭവിച്ചുകൂടാന്നില്ല. അപ്പോൾ സുനിൽ എന്തു പറ്റി എന്ന് ചോദിക്കുന്നു ജയകുമാർ. വിദേശ വാർത്തകൾ വെള്ളാപ്പള്ളി കാണുന്നു എന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് അയാൾക്ക് മുസ്ലിങ്ങളോട് വെറുപ്പ്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല എപ്പോഴും നമ്മുടെ രവീന്ദ്രനെ കാഞ്ഞിരപ്പള്ളിയെ വിമർശിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്താണ്, ഞാൻ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. BJP ലീഗ് കൂട്ടുകെട്ട് വേണം എന്നൊരു പ്രേക്ഷകൻ പറയുന്നു. CPM BJP. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.